ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെമിനാസ് കിച്ചൻ മാജിക്. കുക്കറിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെയ്ച്ചോറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 10 മിനിറ്റ് മാത്രം മതിയാവും കുക്കറിൽ നെയ്ച്ചോറ് വെക്കാൻ. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. തുടക്കക്കാർക്ക് പോലും ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് കുക്കറിൽ നെയ്ച്ചോറ് തയ്യാറാക്കാം. ഇനി തയ്യാറാക്കുന്ന വിധം: സിൽവർ റൈസിന്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ വർഷങ്ങളായിട്ട് ബിരിയാണി വെക്കാനും നെയ്ച്ചോറ് വെക്കാനും ഒക്കെ ഈ സിൽവർ റൈസിന്റെ അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഒരു പകുതി സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കണം. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യരുത്. കാരണം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചോറ് ആറിയാൽ പോലും കട്ട പിടിക്കില്ല. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. കറുവാപ്പട്ട 2-3 കഷ്ണം, തക്കോലം ഒരു ചെറിയ കഷ്ണം, ഗ്രാമ്പു, 2 ഏലക്ക. ഏലക്ക നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. 2 സ്പൈസസും കൂടി ഇതിലേക്ക് ചേർക്കണം, അത് ഞാൻ പറയാം. ഇത് ഇത്രയും ചേർക്കുക. ഏലക്ക ഒന്ന് പൊടിച്ചുകൊണ്ട് വന്ന് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒരുപാട് മൂത്തു പോകാൻ പാടില്ല. ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് വരാനും പാടില്ല. കളർ ചേഞ്ച് ചെയ്ത് വന്നാൽ ഈ നെയ്ച്ചോറിന്റെ നല്ല പ്യുവർ വൈറ്റ് കളർ മാറിപ്പോകും. അപ്പൊ ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി വെള്ളം ഒഴിക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എത്രത്തോളം അരി എടുക്കുന്നോ അതിനനുസരിച്ച് ഈ റേഷ്യോയിൽ തന്നെ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ 5 കപ്പ് അരിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 10 കപ്പ് വെള്ളം ഒഴിക്കുക, പ്ലസ് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നിങ്ങൾ പാത്രത്തിലാണ് അരി എടുക്കുന്നതെങ്കിൽ ആ പാത്രം നിറച്ചു അരി എടുത്തിട്ട് വടിച്ചെടുക്കുക. ആ പാത്രത്തിൽ തന്നെ ഇരട്ടി വെള്ളം ഒഴിക്കുക, പ്ലസ് 1/2 കപ്പ് വെള്ളം. ഈ കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളി നെയ്ച്ചോറ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ 2.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചു, പ്ലസ് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് സ്വല്പം ജാസ്തിയായിട്ട് നിൽക്കണം, എന്നാൽ ചോറിന്റെ ഉപ്പ് കറക്റ്റ് ആകും. നമുക്ക് ഈ സമയത്ത് അരി കഴുകിക്കൊണ്ട് വരാം. അരി നേരത്തെ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കണ്ട. ഇനി അരി കഴുകുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ബലം കൊടുത്ത് അരി കഴുകരുത്. അങ്ങനെ ആവുമ്പോൾ അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ പെരിഞ്ജീരകവും കുരുമുളകും ഈ വെള്ളത്തിന്റെ കൂടെയാണ് ഇടുന്നത്, എണ്ണയിലേക്ക് ഇടാറില്ല. ഈ പെരിഞ്ജീരകം സ്വല്പം ഒന്ന് ചൂട് കൂടിപ്പോയാൽ അതിന്റെ സ്മെല്ല് മാറും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വെള്ളത്തിലേക്കാണ് ഇടുന്നത്. ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക മണമാണ്. ഈ കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് സാധാരണ കിട്ടാറുള്ളത്. ഇതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോഴേക്കും നെയ്യ് കുറച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഉച്ചയാകുമ്പോഴും നമുക്ക് നല്ല മയമായിട്ട് തന്നെ ചോറ് ഇരിക്കും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ 10 മിനിറ്റ് മാത്രം മതി കുക്കറിൽ നെയ്ച്ചോറ് തയ്യാറാക്കാൻ. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ഇനി വിസിൽ അടിക്കുന്ന കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഇതൊരു 5 ലിറ്ററിന്റെ കുക്കറാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ വിസിൽ മുഴുവനും അടിക്കണം. രണ്ടാമത് വിസിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ കുക്കർ ഓഫ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, കുക്കർ ഓഫാക്കി 5 മിനിറ്റ് കഴിഞ്ഞാലുടൻ കുക്കറിലുള്ള ബാക്കി പ്രഷർ കളഞ്ഞ് കുക്കർ തുറന്നു നോക്കണം. ഇത് മറക്കാതെ ചെയ്യണം. ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത്. നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. അവർക്ക് കൃത്യമായ അളവ് അറിയത്തില്ലായിരിക്കും. ഒരു വിസിൽ കഴിഞ്ഞ് ഓഫാക്കുക, 5 മിനിറ്റ് കഴിഞ്ഞ് പ്രഷർ കളയുക. തുറന്ന് നോക്കി ജസ്റ്റ് ഒരു ചൂട് മാറി കഴിയുമ്പോഴേക്കും, ആവി ഒന്ന് എല്ലാം മാറി കഴിയുമ്പോഴേക്കും കുക്കറിലുള്ള ചോറ് പൊടിയാതെ തന്നെ അടിമേലൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ വേറെ ഒരു പാത്രത്തിലിട്ട് കൊട്ടി മാറ്റി വെച്ചാലും മതി. കുക്കറിൻ്റെ താഴ്ഭാഗത്തുള്ള ചോറിലായിരിക്കും കൂടുതൽ നെയ്യുള്ളത്. അതിനാൽ ചൂടാറുന്നതിന് മുമ്പ് ചോറ് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല നെയ്ച്ചോറ് നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ തയ്യാറാക്കാം. 10 മിനിറ്റ് മാത്രം മതി.
കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ നല്ല ഒരു ചോറാണ്. വളരെ സിമ്പിളായിട്ടും നല്ല സോഫ്റ്റായിട്ടും നമുക്കിത് തയ്യാറാക്കാം. ഇനി സവോള നെയ്യിൽ മൂപ്പിച്ചെടുക്കുക. അതുപോലെ കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്തുകോരി ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് തരിക. ഇത്തരം ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. കുക്കിംഗ് ടിപ്സുകളും അതുപോലെ സിമ്പിൾ റെസിപ്പികളുമായിട്ട് ഇനിയും എത്തുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.